നന്നാവില്ലെന്ന് ഒരാൾ തീരുമാനിച്ചുറപ്പിച്ച പിന്നെ അയാളെ രക്ഷിക്കാൻ ആർക്കാ പറ്റുക? അതുകൊണ്ട് ഇനി മുതല് ഇവൾ ഇവിടെ നിന്നാ മതി. നന്നായിന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് അന്നേ ഞാൻ ഇവളെ തിരിച്ചു കൊണ്ടുപോകുന്നുള്ളൂ. ഓ, ഇതിനായിരുന്നല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സത്യം പറഞ്ഞു വിളിച്ചാ നീ വരില്ല. അതുകൊണ്ടാ ഇങ്ങനൊരു നാടകം കളിക്കേണ്ടി വന്നത്. നീ എന്താ വിചാരിച്ചത്? ഞാനൊരു പൊട്ടനാണെന്നോ? ദൈവത്തെ പോലെ അടി നീലിനെ ഏടത്തിയൊക്കെ ഞാൻ കാണുന്നത്. അവരെ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചാ നിന്നെന്നല്ല ആരെയും ഞാൻ വിടില്ല. താൻ വേറെ ഒരു മണ്ടനാ. നീലിന്റെ കയ്യിലിരിപ്പ് തനിക്ക് അറിയില്ല. മിണ്ടിപ്പോകരുത്. വൃത്തികേട് പറഞ്ഞ നിന്റെ വീടാണെന്ന് നോക്കില്ല ഞാൻ. താൻ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. അത് ഇവിടെ വെച്ചും ചെയ്യില്ല, തന്റെ വീട്ടിൽ വെച്ചും ചെയ്യില്ല. ഇങ്ങനെയാണോ ഗിരിയോട് സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം? എനിക്കിഷ്ടമല്ല ഇയാളെ. അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ ഇയാള്. അഡ്ജസ്റ്റ് ചെയ്തത് ഞാനാ. എന്റെ ജീവിതമാ ഇയാളുടെ ചേട്ടന് ഇയാളും കൂടെ നശിപ്പിച്ചത്. കേട്ടല്ലോ, ഈ കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് അറിയാവുന്ന നിങ്ങളോട് ഞാൻ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. സഹിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ സഹിച്ചു. ഇനി ഇവളവിടെ നിന്നാ ആ വീട് നശിക്കും. അതേതായാലും ഞാനിനി സമ്മതിക്കില്ല. അതുകൊണ്ടാ ഇവിടെ കൊണ്ടാക്കിയത്. കാണാം. ഒന്ന് നിന്നേ. എന്നെ ഇവിടെ കൊണ്ടാക്കിയത് കൊണ്ട് എല്ലാം ശരിയായെന്നാണോ താൻ വിചാരിക്കുന്നത്? രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഒന്നും ഇവിടെ കൊണ്ട് തീരാൻ പോകുന്നില്ല. 10 മടങ്ങ് ശക്തിയില് ഞാൻ തിരിച്ചു വരും. എന്താണോ ഞാൻ ലക്ഷ്യമിട്ടത് അത് സാധിച്ചിട്ടേ ഞാൻ അവിടുന്ന് തിരിച്ചു വരൂ. നമുക്ക് നോക്കാം. ഇനി നീ ആ വീടിന്റെ പടി ചവിട്ടില്ല. കാണാം. കാണാം. എന്താ മോളെ ഇതൊക്കെ? കണ്ടില്ലേ, അത് തന്നെ. ഞാനിത് പ്രതീക്ഷിച്ചതാ. ഒരു കണക്കിന് ഗിരി അങ്ങനെ ചെയ്ത് നന്നായി. അവർക്കെങ്കിലും കുറച്ച് സമാധാനം കിട്ടുമല്ലോ. വേദയെ കൊണ്ടുപോയി ഗിരി അവളുടെ വീട്ടിലാക്കി. ഇനി തിരിച്ചു കൊണ്ടുപോകാൻ സാധ്യതയില്ലെന്ന ദേവ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ പിരിയും. അതറിഞ്ഞപ്പോ മുതല് ദേവ സന്തോഷത്തില്ല. ആ സമയത്ത് ഗിരിയെ കെട്ടാന്നായിരിക്കും അവൾ വിചാരിച്ചിരിക്കുന്നത്. നടന്നു തന്നെ. അവൾ ഇപ്പോഴും സ്വപ്നലോകത്താ. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത സ്വപ്നങ്ങളാ കാണുന്നതെന്ന് മാത്രം. നമസ്തേ. ഇതല്ലേ അരവിന്ദിന്റെ വീട്? അതെ. ദേവകി അല്ലേ? അതെ. ആ, നമുക്ക് സ്ഥലം തെറ്റിയില്ല. അല്ല, നിങ്ങളാരാ? പറയാം. കബീറെ, കേറി നോക്ക്. ശരി സേഠ്ജി, എല്ലാം പറഞ്ഞതുപോലൊക്കെ തന്നെ ഒന്ന് ഉറപ്പിക്കേ. മൊബൈൽ ഷൂട്ട് ചെയ്തോ. ചെല്. മാറടോ. ആരാ നിങ്ങള്? എന്താ നിങ്ങൾ ആരാ എന്താന്ന് പറയാ? അകത്തേക്ക് കയറാൻ പറ്റില്ല. എന്താ നിന്റെ പേര്? രാഹുൽ. രാഹുൽ. ഇങ്ങനൊരു കഥാപാത്രത്തെ പറ്റി മൂപ്പര് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. രാഹുൽ, ഇങ്ങനൊരു കഥാപാത്രത്തെ പറ്റി മൂപ്പര് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ആ, മറന്നുപോയതായിരിക്കും. ആ മോനെ രാഹുലേ, എന്റെ പേര് സേട്ട്. സോഹൻലാൽ സേട്ട് എന്ന് പറയും. കരീം സേട്ട് എന്നും വിളിക്കും. മലയാളിയാണെങ്കിലും മംഗലാപുരത്താ താമസം. അവിടെ വച്ചാ ഞാൻ അരവിന്ദാക്ഷനെ പരിചയപ്പെടുന്നത്. ഇനി കയറാമോ? അല്ല, പരിചയമുണ്ടെന്ന് കരുതി ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. എന്നാ പറയാം.
കച്ചട എനിക്കും ഇഷ്ടമല്ല. നമ്മളിപ്പോ നിന്ന് സംസാരിക്കുന്ന ഈ വീടില്ലേ, ഇതെന്റെ പേരില, സോഹൻലാൽ സേട്ടിന്റെ പേരിൽ. അയ്യോ, ഇനി കേറാമോ? ഇതേ ഞങ്ങളുടെ തറവാടാ, അതെങ്ങനെ നിങ്ങളുടേതാവുന്നത്? അതാണ് ഈശ്വരന്റെ ഒരു കളി. ഇന്ന് എന്റെ കയ്യിലിരിക്കുന്ന പലതും നാളെ വേറെ ആരുടെയെങ്കിലും കയ്യിൽ വരും. ഈ സ്വത്തും പണവും ഒക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, ഒരു കയ്യിൽ നിന്നും വേറൊരു കയ്യിലേക്ക്. ഏതായാലും ഞാൻ ഈ വീടൊന്നും കാണട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ല, അത് എന്താ മോനെ ഇത്? ആരാ ഇവരൊക്കെ? എന്തിനാ ഇവര് വീട് കയറി കാണുന്നത്? മോളെ ദേവപ്രിയേ, എന്താ അമ്മേ? ഇങ്ങോട്ട് വന്നേ. വരുന്നു. എന്താ അമ്മേ? നമ്മുടെ വീട് വേറൊരുത്തന്റേതാണെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ അകത്തേക്ക് കയറിപ്പോയി. ആളുകൾ കയറിപ്പോയോ? ഡോ, നിർത്തടോ. ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ വീട് മൊബൈലിൽ പകർത്താൻ തനിക്കാരാ അധികാരം തന്നെ? ഞാനാ മോളെ. കാര്യമുണ്ട്. ഈ വീട് എത്രയും പെട്ടെന്ന് എനിക്ക് കച്ചവടമാക്കണം. മോളെ, എന്നാലേ ഞാൻ മുടക്കിയ കാശ് എനിക്ക് തിരിച്ചു കിട്ടും. ഹലോ, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഓനില്ലേ അരവിന്ദൻ, ആ, ഓന് കാശിന് കുറച്ച് ടൈറ്റ് വന്നായിരുന്നു. കാശിന് ടൈറ്റ് വരുമ്പോ നമ്മൾ എന്താ ചെയ്യാ? ആരിൽ നിന്നെങ്കിലും കടം വാങ്ങും. ഓനും അതേ ചെയ്തോളൂ. കാശ് കൊടുത്തത് ഞാനാ. ഒടുക്കം മുതലും പലിശയും കൂടി വലിയൊരു തുകയായി. പലിശ അതെനിക്ക് പ്രശ്നമല്ല, കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. പക്ഷേ മുതല് അത് കളയാൻ പറ്റുമോ? അപ്പോഴാ അരവിന്ദൻ ഈ വീടും ടൗണിലെ ആ അരിക്കടയും കൂടി എനിക്ക് എഴുതുന്നത്. അരവിന്ദന് കൊടുത്ത കാശ് മുതലാക്കാൻ വേണ്ടിയാ ഇക്കണ്ട ദൂരം മുഴുവൻ വണ്ടി ഓടിച്ച് ഞാനിങ്ങ് വന്നത്. ഇടങ്ങേറുണ്ടാക്കരുത്. ഞാനൊരു തീയതി പറയും, അതിനു മുമ്പ് വീടൊഴിഞ്ഞു തരണം. തന്നില്ലെങ്കിലോ? കബീറേ, സെഡ്ജി, നമുക്കുള്ളതൊക്കെ ആയല്ലോ. ആയി സെഡ്ജി. അപ്പൊ പോട്ടെ മോളെ, ഇനിയും വരാം. ഇതെന്താ ഇത്? നിന്റെ അച്ഛൻ കാശ് കടം മേടിച്ചെന്നോ? എന്തിന്? വെറുതെ അമ്മേ, ഇത് കണ്ടൊന്നും അമ്മ പേടിക്കണ്ട. രാഹുലെ, നീ ഇതൊന്ന് അന്വേഷിക്കണം. ഒന്നുമില്ലാതെ ഒരാളിങ്ങനെ കേറി വരുവോ? സത്യം എന്താണെന്ന് അറിയണം. നിർത്ത്. എത്രേ? 50. ശരി. എന്താ ചേച്ചാ? ഞാൻ അന്വേഷിച്ചു. കരീം സേട്ടെന്ന് പറയുന്ന ആള് വലിയ സ്വാധീനമുള്ള ആളാണ് പോലീസിലും മറ്റും. എന്ന് വെച്ച് ഗുണ്ടായുസം കാണിക്കുന്ന നോക്കിയിരിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. ഗുണ്ടായിസ് അയാൾ കാണിച്ചില്ലല്ലോ, മുന്നറിയിപ്പ് തന്നൊന്നല്ലേ ഉള്ളൂ. ഞാൻ അയാളെക്കുറിച്ച് ശരിക്കും അന്വേഷിച്ചിട്ടാ വരുന്നേ. കാശ് കടത്തിന് കൊടുക്കുന്ന ഏർപ്പാട് തന്നെയാ ചേട്ടന്. നമ്മുടെ ഭാഗ്യദോഷത്തിന് ഏട്ട അയാളുടെ കൈ കൊണ്ട് തലവെച്ചു കൊടുത്തു. അപ്പോ സേട്ട് പറയുന്നത് സത്യമാണോ അച്ഛൻ പറയുന്നത്? അതെ, അയാളുടെ കയ്യിൽ നിന്നും ഒരുപാട് കാശ് ഏട്ടൻ കടം വാങ്ങിയിട്ടുണ്ട്. അതിന് ഈടായിട്ട് വീടും കടയും പണയപ്പെടുത്തി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തിന് കടം വാങ്ങി? ഇനി വാങ്ങിയെങ്കിൽ തന്നെ എന്തിന് ചെലവാക്കി? വീട്ടിലൊരു രൂപ പോലും ചെലവാക്കിയിട്ടില്ല. അവിടെ അതിന് അങ്ങനൊരു കല്യാണമോ അസുഖമോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാ മുടക്കിയത്? ഇത് സേട്ട് നുണ പറയുന്നതായിരിക്കും അച്ഛാ. അല്ല, ഏട്ടൻ അയാളുടെ കടക്കാരൻ തന്നെയാ. അതിന്റെ രേഖകൾ അയാളുടെ കൈവശമുണ്ട്. സ്നേഹിക്കുന്നവർക്ക് വലിയ മാന്യന ഈ സേട്ട്, അല്ലാത്തവർക്കാ ദ്രോഹിയും ഗുണ്ടയൊക്കെ ആവുന്നത്. ഇതിലേത് വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. എന്തോ എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അച്ഛാ.
എവിടെയോ എന്തോ ഒരു ദുരൂഹതയുണ്ട്. അതെന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഏയ്, നീ ഈ കേസിൽ കൂടുതൽ ഇടപെടാൻ പോണ്ടെന്ന് എന്റെ അഭിപ്രായം. കൊല്ലാൻ പോലും മടിയില്ലാത്തവൻ ഈ സേട്ട്. ഒന്നിലേറെ കൊലപാതക കേസുകൾ ഇപ്പൊ തന്നെ അയാളുടെ തലയിലുണ്ട്. അയാൾ തരുന്ന രേഖകൾ സത്യമാണെന്ന് ഉറപ്പുവരുത്തി മര്യാദയ്ക്ക് വീട് ഒഴിഞ്ഞു കൊടുക്കുന്നതാണ് ബുദ്ധി. അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം മാറും. ഛേ, അച്ഛനും ഇങ്ങനെ പേടിച്ചാലോ? അച്ഛാ, ദേവയ്ക്കും വല്യമ്മയ്ക്കും ചോദിക്കാനും പറയാനും ആരുമില്ല. ഈ അവസ്ഥയിൽ നമ്മൾ അവരെ കൈവിടരുത്. എന്നല്ല ഞാൻ പറഞ്ഞത്. നിനക്ക് ആവേശം ഇത്തിരി കൂടുതലാണ്. അത് അപകടം ചെയ്യുന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇപ്പോഴും വല്യച്ഛനെ കാശ് എന്തിനു ചെലവാക്കിയെന്ന് അച്ഛൻ പറഞ്ഞില്ല. നീ ഇത് ചെന്ന് ദേവിയോടൊന്നും പറയരുത്. ഇല്ല. ഏട്ടന് ഒരു ദുശീലമുണ്ടായിരുന്നു, ചീട്ടുകളി. വലിയ വലിയ ക്ലബ്ബുകളിൽ ചെന്ന് ഏട്ടൻ വലിയ വലിയ തുകയ്ക്ക് കളിക്കും. എല്ലാം പോവും. മംഗലാപുരത്ത് ബിസിനസ് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ഇതിനായിരുന്നു. അച്ഛന് നേരത്തെ അറിയായിരുന്നോ? ചീട്ടുകളി ഭ്രാന്താണെന്ന് അറിയായിരുന്നു. പക്ഷേ ഇത്രയും ഗുരുതരമാണെന്ന് അറിയില്ലായിരുന്നു. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അത്ര വലിയ തുകയാ സേട്ടിന് കൊടുക്കേണ്ട കാശ്. ആ വീടും കടയും പോവും. ദേവയും അവളുടെ അമ്മയും പെരുവഴിയില്ല. അവരെക്കുറിച്ച് പോലും ഏട്ടൻ ഓർത്തില്ല. അതിലേ ഉള്ളൂ എനിക്ക് സങ്കടം. പാവങ്ങൾ, അവരിനി എങ്ങോട്ട് പോകും? രാഹുലേട്ടന്റെ അതേ തോന്നൽ തന്നെ എനിക്കും. ഈ സേട്ട് പറയുന്നൊന്നും ശരിയാവണമെന്നില്ല. ഇത് മനഃപൂർവ്വം നമ്മുടെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമമായിട്ടാ എനിക്ക് തോന്നുന്നത്. മംഗലാപുരത്ത് നടക്കുന്ന സേട്ടിന് ഈ വീട് എങ്ങനെ അറിയാം? അയാള് അച്ഛന്റെ ചങ്ങാതിയായിരുന്നെങ്കിലോ? ഇപ്പൊ അച്ഛന്റെ മരണത്തെക്കുറിച്ച് പോലും എനിക്ക് സംശയം തോന്നുക. അതൊരു സ്വാഭാവിക മരണം തന്നെ ആയിരുന്നോ? അല്ലാതെ പിന്നെ ബോഡി പോലും ഇവിടെ കൊണ്ടുവന്നില്ല, അവിടെ തന്നെ അടക്കി. അങ്ങനെ ഒരു തിടുക്കം അവിടെ ഉള്ളവർക്കായിരുന്നു. പാവം എന്റെ അച്ഛനെ കൊന്നതായിരിക്കോ? ഛേ, അങ്ങനൊന്നും ചിന്തിക്കണ്ട. നമ്മൾ മംഗലാപുരത്ത് പോയതാണല്ലോ. ദേവ കരുന്ന പോലെ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് അറിയാൻ പറ്റിയെന്നേ. പരിചയമില്ലാത്ത നാട്, പരിചയമില്ലാത്ത ആൾക്കാര് എങ്ങനെ അറിയാൻ പറ്റുമെന്നാ? എടി, പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയതല്ലേ? ആ സർജനെ അവര് സ്വാധീനിച്ചതാണെങ്കിലോ? തർക്കിക്കാൻ ഞാനില്ല. പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കുന്നതിൽ നല്ലത് ഒരു ഒത്തുതീർപ്പിലെത്തുന്ന. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ആ സീട്ട് പറയുന്നത് ശരിയാണെന്നാ അച്ഛൻ പറയുന്നത്. അയാളുടെ കയ്യില് വല്യച്ഛന് എഴുതി കൊടുത്ത രേഖകളുണ്ടത്രേ. അതിന്റെ കോപ്പി നമുക്ക് വാങ്ങാം. എന്നിട്ട് ഏതെങ്കിലും വക്കീലിനെ കാണിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ചെയ്താ അയാൾ പറയുന്ന നമ്മൾ അംഗീകരിക്കുന്നുവെന്നാവും. എടി, അയാൾ പറയുന്നത് സത്യമാണെങ്കിൽ അത് തെളിയിക്കാനുള്ള രേഖകൾ അയാളുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് അംഗീകരിച്ചല്ലേ പറ്റൂ. ഇല്ല, ഞാൻ അംഗീകരിക്കില്ല. ഈ വീട് ഞാൻ ആർക്കും വിട്ടുകൊടുക്കാനും പോകുന്നില്ല. ഈ വീട്ടിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകും? ഓ, അതൊന്നും വേണ്ടി വരില്ല അമ്മേ. സേട്ട് വന്ന വഴിയെ തന്നെ പോവും. ഞാൻ അയാളെ ഓടിക്കും. നീ അയാളുമായിട്ട് വഴക്കിനൊന്നും പോണ്ട. അതെ, എന്തിനും മടിയില്ലാത്ത കൂട്ടരാ. രാഹുലേട്ടന് പേടിയാണെങ്കിൽ അത് പറഞ്ഞാ മതി. എന്നെ നിരുത്സാഹപ്പെടുത്താൻ നോക്കണ്ട. ഇത് എന്റെ വീടിന്റെ കാര്യമാ. ഞാൻ ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ കണ്ട അവന്മാര് കയറി അതും ഇതും പറഞ്ഞ് ഈ വീടങ്ങ് കൊണ്ടുപോകും. അത്ര പെട്ടെന്നൊന്നും സേട്ടിന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അയാൾ അയാളുടെ ഭാഗം വന്ന് പറഞ്ഞു. അതിനി സത്യമാണെന്ന് നോക്കണം. അത് തെളിയിക്കാനുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഇവിടെ നിയമമുണ്ട്, കോടതിയുണ്ട്. അത്ര എളുപ്പമൊന്നും അയാൾക്ക് വീട് കിട്ടില്ലെന്നേ. നിയമവും കോടതിയൊന്നും ഈ ദേവയ്ക്ക് ആവശ്യമില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എടീ, അഹങ്കാരം കാണിക്കാനുള്ള സമയമല്ല ഇത്. സൗമ്യമായിട്ട് ബുദ്ധിപൂർവം വേണം നമ്മൾ ഓരോ ചെയ്യാൻ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് മോളെ. അവരുമായിട്ട് എതിർത്ത് നിൽക്കാൻ നമ്മളെ കൊണ്ടാവില്ല. അമ്മ ഇങ്ങനെ പേടിച്ചാലോ? ഈ പ്രശ്നം നിങ്ങൾ എനിക്ക് വിട്ടേക്ക്. സേട്ടനെ ഞാൻ മംഗലാപുരത്തേക്ക് പറപ്പിച്ച് കാണിച്ചു തരാം. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ട് ഒടുവിൽ പ്രശ്നം വഷളാവരുത്. രാഹുലേട്ടൻ അവിടെങ്ങാനും പോയിരിക്കെ. ഇത് ഞാൻ കൈകാര്യം ചെയ്ത് കാണിച്ചു തരാം.
എന്തിനാ എപ്പോഴും ഇവരെ കൊണ്ടു നടക്കുന്നത്? ജീവന് പേടിയുണ്ടല്ലേ? മോക്കിപ്പോ എന്താ വേണ്ടത്? ഇത് ചോദിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? വന്നത് അതിനല്ല. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇത് നിങ്ങളുടെ മംഗലാപുരം അല്ല ഗുണ്ടായിസം കാണിക്കാൻ. സേട്ടിനും മംഗലാപുരവും കേരളവും ഒക്കെ ഒരുപോലെ തന്നെയാ മോളെ. രണ്ടിടത്തും ചെയ്യേണ്ടതുപോലെ നല്ല വെടിപ്പായിട്ട് ചെയ്യാൻ സേട്ടിന് പറ്റും. എന്റെ അച്ഛൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കടം മേടിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു കടം വാങ്ങിച്ച എന്റെ സൂചന ജീവിച്ചിരിക്കുമ്പോ അച്ഛൻ തന്നിട്ടില്ല. അച്ഛൻ മരിച്ചു കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം കയറി വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ അത് വിശ്വസിക്കാൻ ഞങ്ങൾ എന്താ പൊട്ടന്മാരാണെന്നാണോ സേട്ട് വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അതെന്റെ വിഷയമേ അല്ല. എനിക്കെന്റെ കാശാണ് പ്രധാനം. എന്റെ കയ്യിൽ നിന്ന് മോളുടെ അച്ഛൻ കാശ് വാങ്ങിയതിന് രേഖകളുണ്ട്. എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട് മൂപ്പര്. ഇത് മോക്ക് ആരെ കൊണ്ട് വേണമെങ്കിലും പരിശോധിപ്പിക്കാം. ഒപ്പ് അച്ഛന്റെ തന്നെയാണോന്ന് ഉറപ്പും വരുത്താം. പിന്നെ പ്രോമിസറി നോട്ട് മാത്രമല്ല, ചെക്കും തന്നിട്ടുണ്ട്. പിന്നെ കാര്യമില്ലാത്ത കാര്യത്തിന് സേട്ട് വണ്ടിക്കൂലി മുടക്കി ഇങ്ങോട്ട് വരില്ലല്ലോ മോളെ. മോൾ അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക. വീടൊഴിയാനൊന്നും ഞങ്ങൾ തയ്യാറല്ല. സ്വയം എത്ര ന്യായീകരിച്ചാലും സേട്ട് പറയുന്നത് വിശ്വസിക്കാനും ഞങ്ങൾ തയ്യാറല്ല. പിന്നെ അച്ഛൻ ഒപ്പിട്ടു എന്ന് പറയുന്നത് അത് ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചതല്ലെന്ന് ആര് കണ്ടു? മനഃപൂർവ്വം ഞങ്ങളുടെ സ്വത്ത് കൈക്കലാക്കാൻ നിങ്ങൾ അച്ഛനെ ഭീഷണിപ്പെടുത്തി ഒപ്പിടിച്ചതാണെങ്കിലോ? മോളെ, പടച്ചോന് നിരക്കാത്തതൊന്നും ഇന്നേ വരെ ചെയ്യാത്തവനായി ഈ സേട്ട്. മോളുടെ അച്ഛനെന്നല്ല ഒരാളെയും ഈ സേട്ട് ഭീഷണിപ്പെടുത്തില്ല. അതിന്റെ ആവശ്യവും ഇല്ല. ഞാനിത് വിശ്വസിക്കുന്നില്ല. മര്യാദയ്ക്ക് വന്ന വഴിയെ തിരിച്ചു പോകുന്നതാ സേട്ടിന് നല്ലത്. അല്ലെങ്കിൽ കൊലക്കേസിൽ അകത്ത് കിടക്കേണ്ടി വരും. കൊലക്കേസോ? അതെ, കൊലക്കേസിൽ. എന്റെ അച്ഛനെ കൊന്നതാന്ന് പറഞ്ഞ് ഞാനൊരു പരാതി കൊടുത്താ തൂങ്ങാൻ പോകുന്നത് സേട്ടായിരിക്കും. അതിന് അരവിന്ദനെ ഞാൻ കൊന്നില്ലല്ലോ. എന്നെന്താ ഉറപ്പ്? എന്റെ അച്ഛൻ ഒരസുഖം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പെട്ടെന്നൊരു ദിവസം മരിച്ചു, അതും മംഗലാപുരത്ത് വെച്ച്. ആ മരണത്തിന്റെ കാരണക്കാരൻ സേട്ടാണെന്ന് ഞാൻ പറയും. നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? മോൾ എന്തൊക്കെയാ ഈ പറയുന്നത്? കള്ളക്കഥ മെനയാൻ മോള് നല്ല മിടിക്കുകയാണല്ലോ. കള്ളക്കഥയൊന്നുമല്ല, അതാണ് സത്യം. അത് ഞാൻ തെളിയിക്കും. അത് വേണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു പോ. മേലാൽ കടം വീടെന്നൊന്നും പറഞ്ഞ് എന്റെ വീടിന്റെ പരിസരത്ത് വന്നു പോകരുത്. ചുണക്കുട്ടിയാണല്ലോ മോള്. തന്നെ പോലുള്ള ഗുണ്ടകള് നുണകളുമായിട്ട് ഇറങ്ങുമ്പോ ഇങ്ങനെ ആവാതിരിക്കാൻ പറ്റില്ലല്ലോ സേട്ടെ. ഇത് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാ. അങ്ങനെ ആവണം. ഇനി ഒരു തവണ കൂടി നമ്മൾ തമ്മിൽ കാണേണ്ടി വന്നാൽ ബുദ്ധിമുട്ടാവും സേട്ടിന്. കഴിഞ്ഞോ പറഞ്ഞ്? എന്നാ മോള് പൊയ്ക്കോ. സേട്ട് പറയാറില്ല, ചെയ്യാറേ ഉള്ളൂ. ചെല്ല്. സേട്ടിന്റെ പേരെഴുതിയ അരിമണികൾ പെറുക്കിയെടുക്കാൻ സേട്ടിന് നന്നായി അറിയാം. ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട. പറഞ്ഞതെല്ലാം ഓർമ്മയിൽ വെച്ച സേട്ടിന് കൊള്ളാം. അല്ലെങ്കിൽ അകത്ത് കിടക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ. തനിക്ക് പെറുക്കിയെടുക്കാൻ പാകത്തിന് പേരെഴുതിയ അരിമണികളൊന്നും ഈ നാട്ടിൽ ഇല്ലാന്ന് മനസ്സിലാക്കിയാ കൊള്ളാം. അതാണ് നല്ലത്. നീ അയാളോട് അങ്ങനെയൊന്നും പോയി പറയണ്ടായിരുന്നു. എന്താ പറഞ്ഞാല്? എന്റെ അമ്മേ, നമ്മൾ പെണ്ണുങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ടാ അയാള് ഗുണ്ടകളെയും കൂട്ടി വന്നത്. അയാള് വന്ന് 2 ചാട്ടം ചാടുമ്പോഴേക്ക് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കുന്ന അയാൾ വിചാരിച്ചിരിക്കുന്നത്. എന്റെ അമ്മേ, നമ്മൾ പെണ്ണുങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ടാ അയാള് ഗുണ്ടകളെയും കൂട്ടി വന്നത്. അയാള് വന്ന് 2 ചാട്ടം ചാടുമ്പോഴേക്ക് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കുന്ന അയാൾ വിചാരിച്ചിരിക്കുന്നത്. അതങ്ങനെയല്ലെന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത എനിക്കെങ്കിലും ഇല്ലേ? അല്ലെങ്കിൽ ഞാൻ എന്തിനാ അച്ഛന്റെ മോളാന്ന് പറഞ്ഞ് നടക്കുന്നേ? നീ ചെന്ന് വരട്ടെ ഉടനെ അയാൾ വരണ്ട് കാണുന്നാണ് നീ വിചാരിച്ചത്? എന്താ സംശയം? അയാൾ എപ്പോഴേ സ്ഥലം വിട്ട് കാണും. ഒരു സേട്ട്. അയാൾക്കറിയില്ല ഈ ദേവപ്രിയ ആരാന്ന്. മര്യാദക്കല്ലെങ്കിൽ അഴി എണ്ണിക്കൊന്ന് പറഞ്ഞപ്പോ അയാള് നടുങ്ങുന്നതേ
ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതൊന്നും വെറുതെ പറഞ്ഞതല്ല. എണ്ണിക്കൊന്ന് പറഞ്ഞാ എണ്ണിക്കും. ബോധമുള്ള ആളാണ് സേട്ടെങ്കിൽ ഇപ്പൊ ഈ ജില്ല വിട്ട് കാണും. മോൾ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയെന്ന് വിചാരിച്ചല്ലേ? ഞാൻ മോളോട് പറഞ്ഞില്ലേ, വർത്തമാനത്തിലല്ല പ്രവൃത്തിയില്ല സേട്ടന് വിശ്വാസമെന്ന്. പ്രവർത്തിക്കാനാ ഇപ്പൊ വന്നത്. ഇപ്പോ ഈ നിമിഷം എല്ലാരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇന്നു മുതൽ ഈ വീടിന്റെ ഉടമസ്ഥൻ ഞാന്. പിന്നെ നീ ചോദിച്ചല്ലോ ഞാൻ നിന്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തി ഒപ്പിടിയിച്ചതാണോന്ന്. എടേ, കാശ് കടം കൊടുക്കുമ്പോ അതെങ്ങനെ തിരിച്ചു വാങ്ങണമെന്ന് നോക്കിയിട്ടാ സേട്ട് കൊടുക്കാറുള്ളത്. പ്രോമിസറി നോട്ടും ചെക്കും മാത്രമല്ല, ഈ വീടും പറമ്പും എന്റെ പേരിൽ തീരെഴുതി തന്നിട്ടുണ്ട് നിന്റെ അച്ഛൻ.